നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി സുവിശേഷം 2-ാം അധ്യായം. ഞാൻ അതിലെ ആദ്യ വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഹെരോദാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്നവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളും അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കുവാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് രാത്രിയിൽ തന്നെ പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിന്റെ മരണം വരെ അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. ബേത്ലഹേമിൽ വിദ്വാൻമാരുടെ ആരാധനയും യേശു മിസ്രൈമിൽ പോകാൻ ഇടയായതും മടങ്ങി വന്നതും നസറേത്തിൽ വന്ന് പാർത്തതുമാണ് 2-ാം അധ്യായത്തിലെ വിഷയം. ഹെരോദാവിന്റെ കാലത്ത് എന്ന് പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത്. യേശുവിന്റെ ജനനം ചരിത്ര സംഭവമാണ്, കെട്ടുകഥയല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. വിദ്വാൻമാർ യേശുവിനെ നമസ്കരിക്കാൻ വരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് അവർ ജനത്തോട് ചോദിച്ചത്. ഒരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായാൽ അയൽ രാജ്യത്തെ രാജാക്കന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ അതുപോലെ അനുമോദിക്കുവാൻ എത്തുന്ന പതിവ് പണ്ടുമുണ്ടായിരുന്നു, ഇന്നുമുണ്ടല്ലോ. അതുകൊണ്ട് ഇവർ കിഴക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കളാകാം എന്നാണ് കരുതുന്നത്. അന്നത്തെ രാജാക്കളൊക്കെ ജ്ഞാനികളും ആയിരുന്നുവല്ലോ. അതിനുപോൽബലകമാണ് യെശയ്യാപ്രവചനം 60-5 11 പ്രവചനം. അവിടെ വായിക്കുന്നത്, ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കുക എന്നാണ്. ഇവർ രാജാക്കൾ എങ്കിൽ നമസ്കരിക്കാൻ വന്നതിൽ നിന്നും ശിശുവായ യേശു രാജാക്കന്മാരുടെ രാജാവെന്ന് വരുന്നു. ഇവർ വിദ്വാൻമാരെങ്കിൽ യേശു വിദ്വാൻമാരുടെ വിദ്വാൻ, ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് വരുന്നു. നക്ഷത്രം വഴി കാണിച്ചതിനാൽ യേശു നക്ഷത്രങ്ങളുടെ സൃഷ്ടാവ് എന്ന് വരുന്നു. ഈ ശിശുവിന്റെ ജനനത്തിങ്കൽ രാജാവും യെരുശലേമിലെ പുരോഹിതരും ശാസ്ത്രിമാരും ഒക്കെ ഭ്രമിച്ചെങ്കിൽ യേശു അവരുടെ എല്ലാം നേതാവാണ് എന്ന് വരുന്നു. നക്ഷത്രമാണ് യേശുവെങ്കിലേക്ക് വിദ്വാൻമാരെ നയിച്ചത്. യേശു നക്ഷത്രങ്ങളുടെ സൃഷ്ടാവാണ് എന്ന് നമുക്കിതിൽ നിന്നും അനുമാനിക്കാം. വിദ്വാൻമാർ ബേത്ലഹേമിലെ വീട്ടിലെത്തി
മറിയാമിനെയും യോസേഫിനെയും കണ്ടെങ്കിലും നമസ്കരിച്ചത് യേശുവിനെയാണ്. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചത് യേശുവിനാണ്. യേശു ആരാധ്യനായ ദൈവമാണെന്ന് ഇത് തെളിയിക്കുന്നു. വിദ്വാൻമാർ തന്നെ വന്ന് കണ്ട് സ്ഥലവും വീടും പറയാതെ വേറെ വഴിയായി പോയതിനാൽ ഹേരോദാവ് യേശുവിനെ വകവരുത്തുവാൻ ആഗ്രഹിച്ചു. ബേത്ലഹേമിലെ 2 വയസ്സ് താഴെയുള്ള കുട്ടികളെയൊക്കെ അദ്ദേഹം ആളയച്ച് കൊല്ലിച്ചു. എന്നാൽ ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് യോസേഫ് മറിയാമിനെയും കുഞ്ഞിനെയും കൂട്ടി മിസ്രയീമിൽ പോകുകയും മടങ്ങി വരികയും നസറത്തിൽ വന്നു പാർക്കുകയും ചെയ്തു. ഇത് ഹോശേയ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ചായിരുന്നു. അവിടെ എഴുതിയിട്ടുള്ളത്, ഞാൻ മിസ്രയീമിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം. എന്നാൽ അതൊരു പ്രവചനം കൂടിയായിരുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു മിസ്രയീമിൽ നിന്ന് വന്ന് കനാനിൽ താമസിക്കും എന്നുള്ള പ്രവചനമായിരുന്നു അതാണ് ഇവിടെ നിറവേറ്റപ്പെട്ടത്. യേശു ഗലീലയിൽ താമസിക്കാൻ ഇടയാകും എന്ന് യശയ്യാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് പ്രവചനം. അപ്പൊ യേശു ഗലീലയിൽ പാർക്കാൻ ഇടയാകും എന്നാണ് പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ദൈവവചന പ്രകാരം ജനിക്കുകയും അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്യുകയും ദൈവവചനപ്രകാരം ജീവിക്കുകയും ദൈവവചനപ്രകാരം മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വകാരോഹണം ചെയ്യുകയും ചെയ്ത യേശുവിനെ പോലെ ദൈവത്വം മനുഷ്യന്റെ വിശ്വാസത്തിന് വേണ്ടി തെളിയിച്ച വേറാരും ഇല്ല. അതുകൊണ്ട് ധൈര്യമായി യേശുവിനെ വിശ്വസിക്കാം, ആശ്രയിക്കാം, സ്നേഹിക്കാം, ആരാധിക്കാം. നാം വഞ്ചിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ മനുഷ്യാവതാരം യേശുവാണ്. യേശു തന്റെ ദൈവത്വം തന്റെ ജീവിതം കൊണ്ടും പ്രസംഗം കൊണ്ടും മരണം കൊണ്ടും ഉയർപ്പ് കൊണ്ടും തെളിയിച്ചു. തീർച്ചയായിട്ടും യേശു വീണ്ടും വരും. യേശുവിനെ വിശ്വസിച്ചവർക്കായി സ്തോത്രം. അല്ലാത്തവർ യേശുവിനെ സ്നേഹിച്ച് അനുസരിച്ച് ആരാധിക്കുവാൻ ദൈവം അവർക്ക് ബുദ്ധി നൽകട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.